മൺട്രോ തുരുത്ത് എന്നറിയപ്പെടുന്ന ഈ സുന്ദര ഗ്രാമം പ്രകൃതി ഭംഗി കൊണ്ടും തുരുത്തിലെ ഗ്രാമീണ കാഴ്ചകൾ കൊണ്ടും വളരെ മനോഹരമായ ഒരു ഗ്രാമം തന്നെയാണ്. അഷ്ടമുടിക്കായലിന്റെ നടുവിലൂടെ ബോട്ടിങ്ങും വിവിധയിനം കണ്ടൽക്കാടുകളും ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് മൺട്രോ തുരുത്ത്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് കനാലിലൂടെ ഒരു വള്ളത്തിൽ സഞ്ചരിച്ച് കുറച്ച് ഗ്രാമീണ കാഴ്ചകളൊക്കെയായി എടുക്കുന്നതാണ് ഇന്നത്തെ ട്രാവൽ വ്ലോഗ്. അപ്പോൾ ഇറ്റ്സ് മീ ബിജോ. നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ രണ്ടാമത്തെ സോളോ ട്രിപ്പാണ്. നിങ്ങൾ എന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ. കണ്ടൽക്കാടുകൾക്ക് പേരുകേട്ട ഒരിടം കൂടിയാണ് മൺട്രോ തുരുത്ത്. അപ്പോൾ കണ്ടൽക്കാടുകൾക്ക് ഇടയിലൂടെയുള്ള യാത്രയും കനാലിലും കായലിലുമുള്ള ബോട്ടിങ്ങും ഡച്ച് പള്ളിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിനും കല്ലടയാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന 8 ദ്വീപുകളിൽ ഒന്നാണ് മൺട്രോ തുരുത്ത്. അപ്പോൾ നിങ്ങൾ മൺട്രോ തുരുത്ത് കാണുവാനായി വരുന്നുണ്ടെങ്കിൽ അതിരാവിലെയോ വൈകുന്നേരമോ വരുന്നതായിരിക്കും നല്ലത്. അതിനുള്ള പ്രധാന കാരണം അസ്തമയങ്ങളിൽ സൂര്യന്റെ പ്രകാശം ഒരു സ്വർണ്ണ നിറത്തിലായിരിക്കും. ആ സമയങ്ങളിൽ മൺട്രോ തുരുത്തിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ. അതുകൊണ്ട് തന്നെ എൻ്റെ ഇന്നത്തെ യാത്രയും ഒരു വൈകുന്നേരമാണ്. എങ്കിലും രാവിലെ വരുന്നതാണ് ഒന്നും കൂടെ നല്ലത്. അപ്പോൾ ഇവിടം കുറച്ചുകൂടെ സജീവമായിരിക്കും. ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രധാന സഞ്ചാരമാർഗം ഇപ്പോൾ നാം ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വള്ളത്തിലാണ്. അങ്ങനെയുള്ള ഈ വള്ളങ്ങൾ അവരുടെ ഒരു നിത്യോപയോഗ ജീവിതമാർഗം കൂടെയാണ്. ലോക ഭൂപടത്തിൽ ഇടം പിടിച്ച ഒരു സ്ഥലം കൂടെയാണ് മൺട്രോ തുരുത്ത്. അതുകൊണ്ട് ഒരുപാട് വിദേശികളും സ്വദേശികളായ ഇന്ത്യക്കാരും എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ മൺട്രോ തുരുത്ത്. സ്വദേശികളായ യൂട്യൂബർമാരുടെ ഒരു ചെറിയ വെനീസ് കൂടെയാണ് നമ്മുടെ മൺട്രോ തുരുത്ത്. നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ ബോട്ടിങ്ങിന് പോകുമ്പോൾ അത്രയൊന്നും ആ യാത്ര നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അതിന് കാരണം വീതി കൂടിയ കായലുകളായിരിക്കും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത, ഇവിടുത്തെ കനാലുകൾ ചെറിയ വീതി കുറഞ്ഞതും നാരോ ആയതുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗ്രാമഭംഗി ആസ്വദിച്ച് ഈ കായലിൻ്റെ നടുവിലൂടെയും ഈ കനാലിൻ്റെ നടുവിലൂടെയും യാത്ര ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. എൻ്റെ സോളോ ട്രിപ്പ് തുടങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചതാണ് എത്രത്തോളം എൻ്റെ ട്രിപ്പുകൾ സക്സസ് ആവുമെന്ന്. പക്ഷേ എൻ്റെ ജഡവെപ്പാരുടെ വീഡിയോ നിങ്ങളെല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെയാണ് എൻ്റെ ഈ മൺട്രോ തുരുത്തിൻ്റെ വീഡിയോ നിങ്ങൾ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് പറയാനുള്ള കാരണം, നിങ്ങൾ എൻ്റെ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. മൊത്തം കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. എന്തായാലും സോളോ ട്രിപ്പുകൾ ഞാൻ അതിയായി ആസ്വദിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം നമുക്ക് ഒറ്റയ്ക്ക് ഒരു ലിമിറ്റേഷൻ ഇല്ലാതെ എവിടെ വരെ വേണമെങ്കിലും പോകാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോഴാണ് ഞാൻ മൺട്രോ തുരുത്തിലേക്ക് എത്തിയത്. ഇവിടെയും ഞാൻ ആ സോളോ ട്രിപ്പ് ആസ്വദിക്കുന്നതിനുള്ള പ്രധാന കാരണം, ഒരു വെള്ളത്തിൽ നമുക്കിങ്ങനെ വൈകുന്നേരം ഇങ്ങനെ ഒഴുകി ഈ മൺട്രോ തുരുത്തിൻ്റെ ഗ്രാമീണ കാഴ്ചകൾ കണ്ട് നടക്കാൻ കഴിയും എന്നുള്ളതാണ്. മൺട്രോ തുരുത്ത് കാണാൻ വന്നിട്ട് നമ്മൾ മൺട്രോ തുരുത്തിനെ പറ്റി അധികം അറിഞ്ഞില്ലെങ്കിൽ അത് വളരെ മോശമാകും. അതുകൊണ്ട് നമുക്ക് മൺട്രോ തുരുത്തിൻ്റെ ചരിത്രം ഒന്നറിയാം. ഏകദേശം 1811 കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ ജോൺ മൺട്രോ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇവിടം ഭരിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് ഈ പ്രദേശം വെള്ളത്തിനടിയിലായിരുന്നു. ആ സമയത്ത് കേണൽ മൺട്രോ പുതിയൊരു തോട് നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇവിടെ ഒരു ചെറിയ തോട് നിർമ്മിച്ച് ഈ വെള്ളത്തെ അതിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ സ്ഥലത്തിന് മൺട്രോ തുരുത്ത് എന്ന പേര് ഇവിടുത്തെ ആൾക്കാർ വിളിച്ചു തുടങ്ങിയത്. അപ്പോൾ നമുക്ക് കേണൽ മൺട്രോയുടെ പേരിലുള്ള മൺട്രോ തുരുത്തിൻ്റെ കനാലിൻ്റെയും കായലിൻ്റെയും ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാം. നമ്മുടെ മൺട്രോ തുരുത്ത് ഏകദേശം 14 കിലോമീറ്ററോളം ചുറ്റപ്പെട്ടതാണ്. കല്ലടയാറിന്റെ ഒരു വൃഷ്ടിപ്രദേശം കൂടെയാണ് നമ്മുടെ മൺട്രോ തുരുത്ത്. ഇവിടുത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായ നെല്ലും കവുങ്ങും തെങ്ങും ഗ്രാമ്പും കൊക്കയും ഒക്കെ ആയിരുന്നു. അതിനുള്ള പ്രധാന കാരണം കല്ലടയാറിൽ നിന്നുള്ള എക്കൽ മണ്ണ് ഇവിടെയാണ് വന്നടിയുന്നത്. ആ എക്കൽ മണ്ണ് കൃഷിക്ക് അനുയോജ്യമായൊരു മണ്ണായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി ഒരു ചായ കുടിച്ചിട്ടാവും ബാക്കി നമ്മുടെ യാത്ര. അതുവരെ നിങ്ങൾ ഈ ഗ്രാമഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കൂ.
മൺട്രോ തുരുത്തിന്റെ ഒരു ഭാഗം കടലിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് കടലിൽ നിന്നുള്ള വെള്ളം ഇവിടേക്ക് വരാനുള്ള ചാൻസ് കൂടുതൽ തന്നെയാണ്. പക്ഷേ കല്ലടയാറിന്റെ ഒഴുക്ക് ഗണ്യമായതുകൊണ്ട് കടൽ വെള്ളത്തെ ഇങ്ങോട്ടേക്കുള്ള ഒഴുക്ക് കുറയ്ക്കാൻ കല്ലടയാറ് സഹായിക്കുന്നു. പക്ഷേ നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന കനാലിന്റെ ഇരു സൈഡും നോക്കിയാൽ ഒരുപാട് തെങ്ങുകൾ വളർന്നു നിൽക്കുന്നത് കാണാൻ കഴിയും. അതിന്റെ പ്രധാന കാരണം കല്ലടയാറിൽ വരുന്ന എക്കൽ മണ്ണെടുത്ത് വരമ്പ് കോരിയാണ് ഈ തെങ്ങുകളെ ഇവിടെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ മൺട്രോ തുരുത്തിന്റെ പലയിടങ്ങളിലും വരമ്പുകൾ നിർമ്മിച്ചുകൊണ്ട് ഇവിടം ചെറിയൊരു ചെക്ക് ഡാം പോലെയായി. അതുകൊണ്ട് കല്ലടയാറിൽ നിന്നുള്ള ഒഴുകി വരുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് വളരെ ഗണ്യമായി കുറഞ്ഞു. അങ്ങനെ കല്ലടയാറിന്റെ ഒഴുക്ക് ഇവിടെ ക്രമാതീതമായി കുറഞ്ഞതുകൊണ്ട് തന്നെ കടൽ വെള്ളം ഇങ്ങോട്ടേക്ക് കയറി ഇവിടുത്തെ കൃഷിയൊക്കെ നശിച്ചു തുടങ്ങി. ഇപ്പോൾ ഇവിടുത്തെ പ്രധാന കൃഷി തെങ്ങും മീൻ കൃഷിയും ഒക്കെയാണ്. എന്തായാലും മൺട്രോ തുരുത്ത് ഗ്രാമീണ ഭംഗിക്ക് ഒട്ടും കുറവില്ലാത്ത ഒരു സ്ഥലം കൂടിയാണ്. നമുക്ക് ഈ ചെറിയ കനാലിലൂടെ വരുമ്പോൾ ഇരു സൈഡിലുമുള്ള കാഴ്ചകൾ തന്നെ നമ്മളെ ഏറെ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ ചില സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള പാലങ്ങൾ കാണാൻ കഴിയും. വെനീസിനെ ഓർമ്മിപ്പിക്കും വിധമാണ് ഈ പാലങ്ങൾ. പക്ഷേ ഒരു സാഹസികത നിറഞ്ഞ യാത്ര കൂടിയാണിത്. പാലം എത്തുമ്പോൾ തല താഴ്ത്താൻ നിങ്ങൾ മറന്നെങ്കിൽ പാലത്തിലിരിക്കും നിങ്ങളുടെ തല. ഉടലുമായി വള്ളം മുന്നോട്ട് പോകും. നമ്മൾ ഇപ്പോൾ ഈ പോകുന്ന വഴിക്ക് ശിക്കാര വള്ളങ്ങളോ ഹൗസ് ബോട്ടുകളോ ഒന്നും വരില്ല. അതിനുള്ള പ്രധാന കാരണം ഈ ചെറിയ പാലങ്ങളും ഇതിന്റെ സൈഡിലുള്ള മരങ്ങളുമാണ്. അങ്ങനെ ഇതുവഴി പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഒന്നുകൂടിയാണ് ഈ മീൻകെട്ടുകൾ. ഇവിടുത്തെ മീനുകൾ ലോക ശ്രദ്ധ ആകർഷിച്ച മീനുകളാണ്. അങ്ങനെ സാഹസികമായി ഈ പാലങ്ങൾ കടന്ന് നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഇവിടുത്തെ ഒരു പ്രധാന സ്പോട്ടിലേക്കാണ്. ഈ കാണുന്ന ആർച്ച് പോലെയുള്ള കണ്ടൽക്കാടുകൾ കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷൻ. നമ്മൾ ഗൂഗിളിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ പ്രധാനമായും കാണുന്ന ഈ കണ്ടൽക്കാടുകളാണ്. അങ്ങനെ യാത്രക്കിടയിൽ നമുക്ക് കുറച്ച് അധികം സമയം കിട്ടി. അസ്തമയം കാണാൻ കുറേ നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ഡച്ച് പള്ളി ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയി വള്ളത്തിലെ ചേട്ടൻ. ഇനി നമ്മൾ അവിടേക്കാണ് പോകുന്നത്. AD 1818 കാലത്ത് ഡച്ചുകാർ നിർമ്മിച്ച ഒരു പള്ളിയാണിത്. പണ്ട് ഡച്ചുകാർ എങ്ങനെ ഈ പള്ളി നിർമ്മിച്ചോ അതേ രീതിയിൽ തന്നെ അവരുടെ ഓർമ്മകളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പള്ളി ഇപ്പോഴും സംരക്ഷിച്ചു പോകും. ഞാൻ വന്നത് ദിവസമായതുകൊണ്ട് ഈ പള്ളി അടഞ്ഞു കിടന്നെയാണ്. ഇനി ഞായറാഴ്ചയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഈ പള്ളിക്കകത്ത് കയറാൻ കഴിയും. ഞായറാഴ്ച മാത്രമേ ഈ പള്ളി തുറക്കാറുള്ളൂ പ്രാർത്ഥനയ്ക്ക് വേണ്ടി. അങ്ങനെ ഡച്ച് പള്ളിയൊക്കെ സന്ദർശിച്ച് ഇനി നമ്മൾ തിരികെ വീണ്ടും അസ്തമയം കാണാൻ മൺട്രോ തുരുത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ എന്തായാലും നമ്മൾ തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച മറ്റൊന്നുമല്ല, സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറായി വരുന്നു. അപ്പോൾ മൺട്രോ തുരുത്തിൻ്റെ ഒരു ഭംഗിയുണ്ട്, അതൊന്ന് കണ്ടു നോക്കും നിങ്ങൾ. അങ്ങനെ ആർച്ചിൻ്റെ അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് അസ്തമയൊക്കെ കണ്ട് നമ്മളിനി മറ്റൊരിടത്തേക്ക് പോവുകയാണ്. അങ്ങനെ അസ്തമയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയത് മറ്റൊരിടത്തേക്കാണ്. നമ്മുടെ സാമ്പ്രാണിക്കുടി പോലെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ചെറിയൊരു തുരുത്ത് ഇവിടെയുമുണ്ട്. അവിടേക്കാണ് ഇനി നമ്മുടെ യാത്ര. ശരിയാണോ? നിങ്ങൾ മണ്ണുണ്ടിട്ടാ? ആ, എന്തായാലും സാമ്പ്രാണിക്കുടി വെല്ലാൻ വേണ്ടി അവരിവിടം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മറ്റൊരു സാമ്പ്രാണിക്കുടി പോലെ ആയിത്തീരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അതുപോലെ നല്ലൊരു സ്ഥലമാണ് ഇവിടെയും.
അപ്പോൾ എന്തായാലും മൺട്രോത്തുരുത്തിൻ്റെ ഗ്രാമീണ ഭംഗി വളരെ നന്നായി ആസ്വദിച്ചു. നിങ്ങൾക്കും ഏറെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ യാത്ര വന്നതുപോലെയല്ല തിരിച്ചു പോകുന്നത്. കുറച്ചും കൂടി മൺട്രോത്തുരുത്തിൻ്റെ സൗന്ദര്യം എടുത്തു കാണിക്കുന്ന കനാലിലൂടെയാണ് നമ്മുടെ യാത്ര, നമ്മുടെ വള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് ഞാൻ എൻ്റെ വ്ലോഗ് വലിച്ചു നീട്ടുന്നില്ല. ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഈ മൺട്രോത്തുരുത്തിൻ്റെ ഗ്രാമീണ കാഴ്ചകളുടെ സമയം ഇവിടെ അവസാനിക്കാറായി. അതിനു മുൻപ് ഞാൻ നിങ്ങളെ കുട്ടൻ ചേട്ടനെ പരിചയപ്പെടുത്താം. ഇവിടുത്തെ യൂട്യൂബ് സെലിബ്രിറ്റി കൂടെയാണ് കുട്ടൻ ചേട്ടൻ. കുട്ടൻ ചേട്ടനാണ് ഇന്ന് നമ്മുടെ വള്ളം തുഴഞ്ഞത്. ഇനി നിങ്ങൾ ഒറ്റയ്ക്കോ ഫാമിലി ആയൊക്കെയാണ് മൺട്രോത്തുരുത്തിലേക്ക് വരുന്നെങ്കിൽ കുട്ടൻ ചേട്ടനെ വിളിക്കാൻ മറക്കണ്ട. കുട്ടൻ ചേട്ടൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഈ സ്ക്രീനിലും കൊടുത്തേക്കാം. അപ്പോൾ ഏകദേശം 500 രൂപയാണ് ഞാൻ ഈ പോയ വള്ളത്തിൻ്റെ 1 മണിക്കൂറത്തെ ചാർജ്. നമുക്ക് 7 പേർക്ക് വരെ ഈ വള്ളത്തിൽ സഞ്ചരിക്കാൻ കഴിയും. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ, ബിജോ.